ആശാപൂർണ ദേവി എഴുതിയ മാച്ച് ബോക്സ് എന്നുള്ള ഒരു അനക്ഡോട്ടാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. അവരെ പറ്റിയൊരു അബൌട്ട് ദ ഓതർ ജസ്റ്റ് ഒന്ന് നമ്മൾ പറയുകയാണ്. ആശാപൂർണ ദേവി 1909 മുതൽ 1995 വരെ ജീവിച്ചവരാണ്. ഒരു റൈറ്ററാണ്. ഈസ് എ പ്രൊമിനൻ്റ് ബംഗാളി നോവലിസ്റ്റ് ആൻഡ് പോയറ്റ്. ബംഗാളി നോവലിസ്റ്റ് ആൻഡ് പോയറ്റാണ്. അതുപോലെ തന്നെ വൈഡ്ലി ഹോണേഡ് വിത്ത് എ നമ്പർ ഓഫ് പ്രൈസസ് ആൻഡ് അവാർഡ്സ്. ഒരുപാട് അവാർഡുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഷീ വാസ് അവാർഡഡ് ദ ജ്ഞാനപീഠ് അവാർഡ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പത്മശ്രീ, ഇന്ത്യൻ ഗവൺമെൻറ് അവർക്ക് പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട് 1976. അതുപോലെ തന്നെ ആൻഡ് ദ ഡിഗ്രി ഓഫ് ഡേലിറ്റ് ബൈ ദ യൂണിവേഴ്സിറ്റീസ് ഓഫ് ജബൽപൂർ, രവീന്ദ്ര ഭാരതി, ബുർദ്വാൻ ആൻഡ് ജാദവ്പൂർ. ഈ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ അവർക്ക് ഡേലിറ്റ് ബിരുദം നൽകി അവർ ആദരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോർ ഹെർ കോൺട്രിബ്യൂഷൻ ആസ് എ നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ, ദ സാഹിത്യ അക്കാദമി conferred its highest honor, the fellowship in 1994. 1996 അവരുടെ ഒരു നോവലിസ്റ്റ് എന്നുള്ള നിലക്കും ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്റർ എന്നുള്ള നിലക്കും അവരെ സാഹിത്യ അക്കാദമി 1994 ഫെലോഷിപ്പ് നൽകി ആദരിച്ചിട്ടുണ്ട്. ദിസ് ഷോർട്ട് സ്റ്റോറി ഈസ് ട്രാൻസ്ലേറ്റഡ് ഫ്രം ബംഗാളി ബൈ പ്രസഞ്ജിത്ത് ഗുപ്ത, എ ട്രാൻസ്ലേറ്റർ ആൻഡ് റൈറ്റർ. പ്രസഞ്ജിത്ത് ഗുപ്ത എന്ന് പറയുന്ന ഒരു ട്രാൻസ്ലേറ്റർ ആൻഡ് റൈറ്റർ അവർ ആണ് ഈ ബംഗാളി ഭാഷയിൽ രചിച്ച ഈ ഒരു കൃതിയെ, ഈ ഷോർട്ട് സ്റ്റോറിയെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് അവരാണ്. അപ്പോൾ ഞാൻ ഇവിടെ അതിൻ്റെ ഒരു സമ്മറിയാണ് നമുക്കിന്ന് പറയുന്നത്. പാഠം നമ്മൾ മുമ്പ് എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മറി കൂടി ഇന്ന് അനലൈസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ സമ്മറിയിൽ വരുന്ന പ്രധാനപ്പെട്ട പദങ്ങളുടെ സമ്മറിയും അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട അതിൽ വരുന്ന പദങ്ങളും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടിയും ഒന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് സമ്മറി എഴുതാനും അതുപോലെ തന്നെ നോട്ട് തയ്യാറാക്കാനും ഒക്കെ അത് ഉപകാരപ്പെടും. ഓക്കെ. ആശാപൂർണ ദേവിയുടെ മാച്ച് ബോക്സ് ഡീറ്റെയിൽ സമ്മറി. മാച്ച് ബോക്സ് ഈസ് എ ഷോർട്ട് സ്റ്റോറി വിച്ച് ഈസ് റിട്ടൺ ബൈ ആശാപൂർണ ദേവി. ആശാപൂർണ ദേവി എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് മാച്ച് ബോക്സ് എന്നുള്ളത്. ദ റൈറ്റർ സേസ് ദാറ്റ് ഷീ യൂസ്ഡ് ടു കമ്പയർ വിമൺ വിത്ത് മാച്ച് ബോക്സസ് ബിക്കോസ് ഓഫ് സർട്ടൻ റീസൺസ്. ചില കാരണങ്ങളാൽ സാധാരണയായിട്ട് നമ്മളെ ഓതർ അവർ സ്ത്രീകളെ മാച്ച് ബോക്സുമായിട്ട് താരതമ്യപ്പെടുത്താറുണ്ട്. അതിനുള്ള കാരണം ബിക്കോസ് ഓഫ് സർട്ടൻ, ചില കാരണങ്ങളാൽ അവരങ്ങനെ ചെയ്യാറുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ബോത്ത് ഓഫ് ദം ഔട്ട്വാർഡ്ലി അപ്പിയർ ടു ബി വെരി കാം ആൻഡ് ക്വയറ്റ്. രണ്ടുപേരെയും തമ്മിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു സവിശേഷത, രണ്ടുപേരിലും ഉള്ള പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്നുള്ളത് അവർ രണ്ടുപേരും പ്രത്യക്ഷത്തിൽ വളരെ കാം ആൻഡ് ക്വയറ്റ് ആണ്, വളരെ ശാന്ത സ്വഭാവക്കാരാണ്, പാവങ്ങളാണ് പ്രത്യക്ഷത്തിൽ. ഇത് അവരുടെ ഉള്ളിലുള്ള അവരുടെ യഥാർത്ഥമായുള്ള പവർ തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. They can be seen in the kitchen, pantry and bedroom but have the power to explode. യഥാർത്ഥത്തിൽ അവർക്ക് എക്സ്പ്ലോഡ് ചെയ്യാനുള്ള, പൊട്ടിത്തെറിക്കാനുള്ള അത്രയും പവർ അവർക്ക് ഉണ്ടായിരിക്കെ തന്നെ അവർ പാവങ്ങളെപ്പോലെ അടുക്കളയിലെ ഒരു മൂലയിൽ എവിടെ നമ്മളെ വർക്ക് ഏരിയയിൽ സ്റ്റോർ റൂമിലോ അല്ലെങ്കിൽ ബെഡ്റൂമിലൊക്കെ ആയിട്ട് അവർ കിടക്കുന്നത് കാണാം. അവർ പാവങ്ങളെപ്പോലെ നിൽക്കുന്നത് കാണാം. ഇതേ അവസ്ഥ ഇതിപ്പോൾ രണ്ട് കൂട്ടരിലും, മാച്ച് ബോക്സിലാവട്ടെ വിമണിലാകട്ടെ, രണ്ട് കൂട്ടരിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇങ്ങനെ മാച്ച് ബോക്സുമായിട്ട് അവരെ താരതമ്യപ്പെടുത്താറുള്ളത്. ഇൻ ഓർഡർ ടു പ്രൂവ് ആശാപൂർണ ദേവി സ്റ്റേറ്റ്മെൻറ്റ്, ആശാപൂർണ ദേവിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഈ അവരുടെ രണ്ടും ഒരുപോലെയാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഷീ ഗീവ്സ് ആൻ എക്സാമ്പിൾ. അവർ നമുക്കൊരു എക്സാമ്പിൾ തരികയാണ്. ദ സ്റ്റോറി, ആ എക്സാമ്പിളാണ് നമ്മുടെ ഈ ഒരു ഷോർട്ട് സ്റ്റോറി എന്നുള്ളത്. ദ സ്റ്റോറി ഈസ് സെറ്റ് ഇൻ എ 3-story ഹൗസ്. നമ്മുടെ ഈ ഒരു സ്റ്റോറി നടക്കുന്നത് 3 നിലയുള്ള ഒരു വീട്ടിലാണ്. ഇറ്റ് ഈസ് സൺഡേ മോർണിംഗ്. അത് ഞായറാഴ്ച രാവിലെയാണ്. നമുക്കറിയാം വളരെ തിരക്കുള്ള, സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകം നല്ല തിരക്കുള്ള ദിവസമായിരിക്കും. പുരുഷന്മാരെല്ലാവരും വീട്ടിലുണ്ടാകും. ജോലിയൊന്നും ഇല്ലാത്ത ഹോളിഡേ ആയതുകൊണ്ട് വളരെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ നോമിത ഈസ് കളക്ടിങ് ദ അജിത്സ് ഡേർട്ടി ക്ലോത്ത്സ്. നോമിത എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറിയിലെ പ്രധാനപ്പെട്ട മെയിൻ ക്യാരക്ടർ. അജിത്ത് എന്നത് അവരുടെ ഭർത്താവാണ്. അജിത്തിൻ്റെ ഡേർട്ടി ക്ലോത്ത്സ്, ചെളിയായ വിങ്ങിയ വസ്ത്രങ്ങളൊക്കെ എടുത്ത് വാഷർമാന് കൊടുക്കാൻ വേണ്ടി അത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോമിത ഈസ് കളക്ടിങ് ദ അജിത്സ് ഡേർട്ടി ക്ലോത്ത്സ് ഇൻ ഓർഡർ ടു ഗീവ് ടു ദ വാഷർമാൻ. ഷീ ഫൈൻഡ്സ് എ ലെറ്റർ ഫ്രം ഹിസ് ഡ്രസ് പോക്കറ്റ് വിച്ച് ഈസ് ക്രംബിൾഡ് വൺ. അങ്ങനെ ആ ഒരു സമയത്ത് അവൾ പോക്കറ്റിലൊക്കെ കൈയിട്ടുകൊണ്ട് എന്തെങ്കിലും സാധനങ്ങൾ മറന്നു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പൊട്ടിച്ച ഒരു കത്ത് കിട്ടുകയാണ്. പൊട്ടിച്ച് വായിച്ച ഒരു രീതിയിൽ ഒരു കത്ത് കിട്ടുകയാണ്. അങ്ങനെ അവൾ ആ കത്ത് നോക്കി. After looking at the date, she understands that the letter is meant for her, which came a few days before. അപ്പോൾ അവർക്ക് ആ കത്ത് നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി ഇത് അവൾക്ക് വേണ്ടി വന്ന കത്താണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. നമ്മളെ പാഠത്തിൽ അത് 3 ദിവസം മുമ്പ് എത്തിയ കത്താണ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ എൻവലപ്പ് ആണ്. ആ എൻവലപ്പ് 3 ദിവസം മുമ്പ് എത്തിയിട്ടുണ്ട് എന്ന് അവർക്ക് എൻവലപ്പിൽ നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്ന് നമ്മൾ പാഠത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ she gets angry when she realizes that Ajit has opened the letter before but did not feel to tell her. അവൾക്ക് ഈ ഒരു കത്ത് അജിത്ത് പൊട്ടിച്ച് വായിച്ചിട്ടുണ്ട് എന്നും അത് ഇവളോട് പറഞ്ഞിട്ടില്ല എന്നും അവൾക്ക് മനസ്സിലായപ്പോൾ അവൾക്ക് വളരെയധികം വലിയ ദേഷ്യം തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഷീസ് ഫെഡ് അപ്പ് വിത്ത് അജിത്സ് ബാഡ് നേച്ചർ. ഈ ഒരു അജിത്തിൻ്റെ ഈ ഒരു ബാഡ് നേച്ചർ കാരണം ഇവൾക്ക് വളരെയധികം സഹി കെട്ടിട്ടുണ്ട്, ക്ഷമ നശിച്ചു പോയിട്ടുണ്ട്. അത്രയധികം ഈ അജിത്തിൻ്റെ ഈ ഒരു മോശപ്പെട്ട സ്വഭാവം വളരെയധികം ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര പറഞ്ഞാലും അജിത്ത് അത് കേൾക്കൂല. ഷീ ടോൾഡ് ഹിം സെവറൽ ടൈംസ് ടു സ്റ്റോപ്പ് ദിസ് നേച്ചർ ബട്ട് ഹി ഡിഡ് നോട്ട്. അവൾ ഒരുപാട് പ്രാവശ്യം അവനോട് ഈ ഒരു നേച്ചർ, അവൻ്റെ ഈ ഒരു സ്വഭാവം നിർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവൻ ഒരിക്കലും തന്നെ അതിന് തയ്യാറായിട്ടില്ല. Nomida finds that the letter is from her mother, who as usual is asking to send her money in order to rectify her damaged house. അപ്പോൾ അവൾ കത്ത് വായിക്കുകയാണ്. അങ്ങനെ വായിക്കുന്ന സമയത്ത് അവൾക്ക് മനസ്സിലായി ഈ കത്ത് അവളുടെ അമ്മ സാധാരണ അയക്കുന്നത് പോലെ അയച്ചൊരു കത്താണ്. അവളുടെ അമ്മ സാധാരണ അയക്കാറുണ്ട് പൈസ ചോദിച്ചുകൊണ്ട്. തൻ്റെ വീടൊക്കെ വളരെ പൊളിഞ്ഞാടാറായിട്ടുള്ള വീടാണ്, ഞാൻ ഏത് സമയത്തും പൊളിഞ്ഞാടി ഞാൻ മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ സാധാരണ എഴുതുന്ന കത്താണ്. അപ്പോൾ കുറച്ച് പൈസ അയക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണ്. അമ്മയെ പറ്റി പറയുകയാണ് എങ്കിൽ ഷീ ഈസ് എ പുവർ വിഡോ ഹു റൈസ്ഡ് ഹെർ ഡോട്ടർ ബൈ ഹെർ ഓൺ എഫേർട്ട് ആൻഡ് മാരിഡ് ഹെർ ടു എ വെൽത്തി ഫാമിലി. ദ മദർ തിങ്സ് ദാറ്റ് നൊമിത ഈസ് ലീഡിങ് എ കാം ആൻഡ് കോസി ലൈഫ്. അപ്പോൾ ഈ അമ്മ എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ട് സ്വന്തം അധ്വാനിച്ചുകൊണ്ട് തൻ്റെ മകളെ നല്ല ഉയർന്ന ഒരു കുടുംബത്തിലേക്ക് കെട്ടിച്ചയച്ച ഒരു അമ്മയാണ്. അങ്ങനെ അമ്മയുടെ വിചാരം തൻ്റെ മകൾ നല്ല ശാന്തവും സുന്ദരവുമായ ഒരു ജീവിതമാണ് നയിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് അമ്മയ്ക്കുള്ളത്. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഒരു പൈസയ്ക്ക് ആവശ്യപ്പെടുന്നത്. അമ്മയാണെങ്കിൽ ഒരു വിഡോ ആണ്, ഒരു വിധവയാണ്, വേറെ മക്കളൊന്നുമില്ല. ആകെ നൊമിത മാത്രമാണ് അവരുടെ മകളായിട്ടുള്ളത്. വേറെ സഹായിക്കാനൊന്നും ആരുമില്ല, ഭർത്താവും ഇല്ല.
Ajit used to insult her whenever her mother asks her to send money by sending a letter. അമ്മ ഇങ്ങനെ കത്തയക്കുന്ന സമയത്തൊക്കെ, പൈസ ചോദിച്ചുകൊണ്ട് കത്തയക്കുന്ന സമയത്തൊക്കെ അജിത്ത് എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ട് നൊമിതയെ ഇൻസൾട്ട് ചെയ്യാറുണ്ടായിരുന്നു. എന്താണ് നിൻ്റെ അമ്മ ഇങ്ങനെ തീരെ ഒരു കൾച്ചർ ഇല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മെ പോലെയുള്ള ഹൈ ക്വാളിറ്റി ഹൈ ഫാമിലിയിലേക്ക് ഇങ്ങനെ കത്തയക്കുക, തീരെ ഒരു നാണമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെയധികം വേദനിപ്പിക്കാറുണ്ട് നൊമിതയെ. അപ്പോൾ ഷീ ഈസ് ashamed by this, so she decides to tell her mother, I can't do any more, don't hope for anything from me. ഇത്ര ഇങ്ങനെ അവളെ വളരെയധികം അവളെ ഇങ്ങനെ അവൻ ഷെയിം ചെയ്തപ്പോൾ ഇവൾക്ക് വളരെയധികം സങ്കടം തോന്നി. അപ്പോൾ അവളെ അമ്മയോട് ഇനി ഒരിക്കലും എന്നിൽ നിന്ന് തീരെ ഒന്നും പ്രതീക്ഷിക്കണ്ട, ഞാൻ ഇനി ഒന്നും ചെയ്തു തരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയണമെന്നൊക്കെ അവൾ തീരുമാനിച്ചു. At that moment Ajit comes there. Immediately she asks about the arrival of the letter. ആ സമയത്താണ് അജിത്ത് മുറിയിലേക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ദീർഘമായൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത്. നമ്മളെ പാഠത്തിൽ അത് പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ വന്ന സമയത്ത് അജിത്തിനോട് നൊമിത ഈ ഒരു കത്തിനെ പറ്റി ചോദിച്ചു. ഹി ഗീവ്സ് എ വാഗ് റിപ്ലൈ ടു ഹെർ. അങ്ങനെ ആ സമയത്ത് അജിത്ത് ഒരു അവ്യക്തമായൊരു മറുപടി പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിച്ചു. The reality is that he deliberately does not inform her about the mother's letter. അവൻ മനഃപൂർവ്വം ഇങ്ങനെ ഒരു കത്ത് വന്നതായിട്ട് പറയാതിരുന്നതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കുറച്ച് പൈസ കൂടി പോകുമല്ലോ എന്ന് കരുതിയിട്ട് പറയാതിരുന്നതാണ്. He at first tells that he has forgotten. അപ്പോൾ ഓനെ അജിത്ത് എന്ത് പറഞ്ഞു, ഞാനത് മറന്നുപോയി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കത്ത് വന്നിട്ട് പക്ഷെ ഞാൻ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞു. When she again indicts him for his bad manner, he tells, shouldn't I make sure that no one's passing you love letter in secret? അപ്പോൾ വീണ്ടും ഇങ്ങനെ നൊമിത അവനെ വീണ്ടും കുറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അവന് വെറുതെ ചോദിച്ചു, എന്താ നിനക്കാരും രഹസ്യമായിട്ട് ലവ് ലെറ്റർ ഒന്നും അയക്കുന്നില്ല എന്ന് എനിക്ക് ഉറപ്പ് വരുത്തേണ്ടേ എന്നൊക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത് എന്ന് പറഞ്ഞു വെറുതെ. അപ്പോൾ ദിസ് സെന്റൻസ് മേക്സ് നൊമിത ഫ്യൂരിയസ്. ഇത് കേട്ടപ്പോൾ നൊമിതക്ക് വളരെയധികം ദേഷ്യം വന്നു. ഷീ ഷുഡ് നോട്ട് ബിയർ ഹിസ് സസ്പിഷ്യസ് ടോക്ക്. ഇത് കൂടുതൽ അവൻ്റെ ഈ ഒരു സംസാരം സഹിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ദേ ബിഗൈൻ ടു ഇൻഡിക്റ്റ് ഈച്ച് അതർ. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയാൻ തുടങ്ങി. Ajit tells that even if Nomita yells or screams at him, she cannot do anything. അജിത്ത് പറഞ്ഞു, നീ ഇനി എത്ര ചൂടായാലും ശരി, എത്ര പറഞ്ഞാലും ശരി, നിനക്കൊന്നും കൂടുതലൊന്നും ചെയ്യാൻ കഴിയൂല, നിനക്ക് അടങ്ങി നിൽക്കുന്ന നല്ലതെന്നുള്ള അർത്ഥത്തിന് അവന് കൂടുതൽ പറഞ്ഞു. ദിസ് ഫ്യൂംസ് നൊമിത. ഇത് വളരെയധികം നൊമിതയെ വളരെയധികം ദേഷ്യം പിടിപ്പിച്ചു. അവളെ വളരെ ചൂടായി. ഷീ ടേക്സ് എ മാച്ച് ബോക്സ്. അവൾക്ക് ഇത് കേട്ടപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല എന്ന് പറഞ്ഞപ്പോൾ അവൾ ചൂടായിക്കണം, എനിക്കൊന്നും ചെയ്യാൻ കഴിയൂലേ, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന ഒരു മാച്ച്, അവന് സിഗരറ്റ് വലിക്കുന്ന ആളാണ്, അപ്പോൾ അവിടെ ഒരു മാച്ച് ബോക്സും ഉണ്ട്. ആ മാച്ച് ബോക്സ് അവൾ എടുത്തു. ആൻഡ് ഫയേഴ്സ് ദ ആംഗിൾ ഓഫ് ഹെർ സാരി. അവളുടെ സാരിയുടെ ഒരു ഭാഗത്ത് അവൾ തീ കൊടുത്തു. അജിത്ത് നെവർ എക്സ്പെക്ട്സ് ദിസ് റിയാക്ഷൻ ഫ്രം ഹെർ ആൻഡ് ഹി ബിഗാൻസ് ടു സ്കെയർ എ ലിറ്റിൽ ബിറ്റ്. ആ സമയത്ത് ഇങ്ങനെ ഒരു റിയാക്ഷൻ അവളുടെ ഭാഗത്ത് നിന്ന് അജിത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ സമയം അപ്പോൾ അവൾ, എന്താ നിനക്ക് തീരെ കോമൺ സെൻസ് നഷ്ടപ്പെട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജിത്ത് തീ അണയ്ക്കുകയും അവളെ രംഗം ഒന്ന് സോൾവ് ആക്കാനൊക്കെ ശ്രമിച്ചു. അപ്പോൾ അജിത്തിന് ചെറിയതായിട്ടൊന്ന് പേടി തോന്നി. അവൻ ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് അവൻ കരുതിയിട്ടില്ല. അവൻ ചെറുതായി പേടിച്ചു. ഹീ സേസ് ദാറ്റ് ആങ്കർ ഈസ് നോട്ട് ഗുഡ് ഫോർ എ വുമൺ. അവൻ പറഞ്ഞു, സ്ത്രീകൾക്ക് ചൂടാവുക, ദേഷ്യപ്പെടുക എന്നുള്ളതൊന്നും സ്ത്രീകൾക്ക് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ അവളെ സമാധാനിപ്പിച്ച് രംഗം ശാന്തമാക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചു. Suddenly Nomita's niece Reni appears there to inform her that the washerman is waiting for Nomita to give Ajit's dress. അപ്പോൾ അവിടെ നൊമിതയുടെ നീസ്, അതായത് റിനി എന്ന് പറയുന്ന നൊമിതയുടെ ഭർത്താവിൻ്റെ സഹോദരൻ്റെയോ സഹോദരിയുടെയോ പുത്രി അവിടെ വന്നു.
അവൾ പറഞ്ഞു ഇങ്ങനെ താഴെ അലക്കുകാരൻ കാത്തു നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവൾക്ക് ഡ്രസ്സ് കൊടുക്കാനില്ല എങ്കിൽ അയാളെ പറഞ്ഞയച്ചൂടെ എന്നൊക്കെ വന്നുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് നൊമിതയ്ക്ക് ഈ ഒരു ഓർമ്മ വന്നത്, അങ്ങനെ ഒരാൾ കാത്തു നിൽക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നൊമിത ഷീ ഇമീഡിയറ്റ്ലി ലീവ്സ് അജിത് ആൻഡ് ഗോസ് ഡൗൺ സ്റ്റേഴ്സ് ആൻഡ് ടു ഗീവ് ദ ഡ്രസ് ടു ദ വാഷർമാൻ. അങ്ങനെ നൊമിത താഴോട്ട് പോയി ആ ഡ്രസ്സൊക്കെ വാഷർമാന് കൊടുത്തു. ആഫ്റ്റർ ഗിവിങ് ദ ഡ്രസ് ടു ദ വാഷർമാൻ ഷീ ഗോസ് ടു ദ കിച്ചൺ where other women in the house are cooking food. They tease Nomida for being late. അങ്ങനെ അവൾക്ക് ഡ്രസ്സൊക്കെ കൊടുത്തതിന് ശേഷം അവൾ കിച്ചണിലോട്ട് പോയി. വീട്ടിൽ 52ഓളം അംഗങ്ങളുള്ള വലിയൊരു വീടാണ്. ആ വീട്ടിലുള്ള സ്ത്രീകൾ അവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൊമിത ഇപ്പോൾ ലേറ്റായി വന്നത് കണ്ടപ്പോൾ അവിടെയുള്ള ചില പെണ്ണുങ്ങൾ ചെറിയ രീതിയിൽ കളിയാക്കി. നിങ്ങളിപ്പോഴും കിന്നാരം പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ കളിയാക്കി. പെട്ടെന്നാണ് ആക്സിഡൻ്റലി ബോറോ വൈഫ് നോട്ടീസ് ദാറ്റ് നൊമിതാസ് ആങ്കിൾ ഈസ് ബേൺഡ്. ആ സമയത്താണ് നൊമിതയുടെ ബോറോ വൈഫ്, അതായത് അവളുടെ ഏറ്റവും മുതിർന്ന നൊമിതയുടെ ഭർത്താവിൻ്റെ മുതിർന്ന സഹോദരൻ്റെ ഭാര്യ അവരുടെ സാരിയുടെ ഒരു ഭാഗം കരിഞ്ഞതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ചോദിച്ചു എന്താണ് ഇങ്ങനെ കരിഞ്ഞിട്ടുള്ളത്, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ നൊമിത ലൈസ് ദാറ്റ് ദ ആങ്കിൾ വാസ് ബേൺഡ് വൈൽ ഷീ വാസ് ടേക്കിംഗ് എ ഹോട്ട് പോട്ട് ഓഫ് വാട്ടർ ഫ്രം ദ സ്റ്റൗ. അപ്പോൾ നൊമിത പറഞ്ഞു അത് ഒന്നുമില്ല, ഞാൻ സ്റ്റൗവിൽ നിന്ന് ചൂടുള്ള വെള്ളം എടുക്കുന്ന സമയത്ത് അവിടെ തീ തട്ടിക്കൊണ്ട് കരിഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കളവ് പറഞ്ഞു. അപ്പോൾ അവൾ മറച്ചു വെച്ചു, ഭർത്താവിന് ഇങ്ങനെ പ്രശ്നം ഉണ്ടായതായിട്ടും അപ്പോൾ ഒക്കെ മറച്ചു വെച്ചു. ഇതാണിപ്പോൾ നമ്മുടെ സ്റ്റോറി. ആസ് ദ സ്റ്റോറി എൻഡ്സ്, നമ്മുടെ സ്റ്റോറി കഴിഞ്ഞപ്പോൾ ആശാപൂർണ ദേവി സാഡ്ലി ടെൽസ് ദാറ്റ്, ആശാപൂർണ ദേവി വളരെ സങ്കടത്തോടുകൂടി പറയുന്നുണ്ട് ദാറ്റ് വിമൺ സപ്രസ് ദെയർ അഗനീസ് ആൻഡ് പെയിൻ ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ് ആൻഡ് പ്രെറ്റൻഡ് ആസ് ഇഫ് നത്തിങ് ഹാസ് ഹാപ്പൻഡ്. സ്ത്രീകളുടെ അവരുടെ സങ്കടങ്ങളും അവരുടെ വേദനകളും ഒക്കെ മറ്റുള്ളവരുടെ മുന്നിൽ മറച്ചു വെച്ച് മൂടി വെച്ച് ഒന്നും സംഭവിക്കാത്ത ആളുകളെ പോലെ അവർ നടക്കുകയാണ്. ദിസ് ഈസ് ദ സാഡ് റിയാലിറ്റി, ഇതാണ് വളരെ ദുഃഖകരമായ സത്യം. ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ മുന്നിൽ ദേ eulogize their husbands who may have physically and mentally abused her. ശരിക്കും അവളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും വേദനിപ്പിച്ച തൻ്റെ ഭർത്താവാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുന്നിൽ അവളെ ഒരിക്കലും തന്നെ അവനെ കൊച്ചാക്കുകയോ ചെറുതാക്കുകയോ ഇല്ല. അവളെപ്പോഴും അവനെ വലുതാക്കി നല്ല ഉയർത്തി കാണിക്കാനാണ് ശ്രമിക്കുക, നന്നാക്കി കാണിക്കും. അതുകൊണ്ടാണ് അവളെപ്പോഴും ഇങ്ങനെ ഒരു പാവപ്പെട്ടവളായി നിൽക്കേണ്ടി വരുന്നത്. മെൻ ആൾസോ നോ ദാറ്റ് വിമൺ വിൽ കീപ് ദെയർ മൗത്ത് ഷട്ട് ഇൻ ദ പബ്ലിക്. ആണുങ്ങൾക്കും പുരുഷന്മാർക്കും ഇതറിയാം, സ്ത്രീകൾ ഒരിക്കലും തന്നെ ഇങ്ങനെ നമ്മളെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് പബ്ലിക്കിൽ പറയൂല എന്നുള്ള ധൈര്യത്തിലാണ് ആണുങ്ങൾ കൂടുതൽ അവരെ വീണ്ടും ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതാണിപ്പോൾ മാച്ച് ബോക്സുമായി താരതമ്യം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. സംഗതി അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള വലിയ ഒരു പവർ അവരുടെ ഉള്ളിലുണ്ടെങ്കിലും അതിന് മുതിരൂല, പാവങ്ങളെപ്പോലെ അവിടെ ഇങ്ങനെ നടക്കും. മാച്ച് ബോക്സ് നമ്മൾ വളരെ ഒരു കെട്ടിടം മുഴുവനും ഒരുപാട് ലങ്കകൾ, ഒരുപാട് നഗരങ്ങൾ തന്നെ കത്തിച്ച് ചാമ്പലാക്കാനുള്ള ശക്തി മാച്ച് ബോക്സിനുണ്ടെങ്കിലും നമ്മൾ അതൊരു പേടിയും കൂടാതെ നമ്മൾ കീശയിലിട്ട് നടക്കുന്നു. അതേപോലെയാണ് സ്ത്രീകളുടെ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ ഓതർ ഈ ഒരു ഷോർട്ട് സ്റ്റോറി നമ്മൾ ഫുൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് അവരുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, താങ്ക്സ് ടു ഓൾ.